പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ആർ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ട്രേഡ് യൂണിയൻ വിഭാഗമായിട്ടുള്ള INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഇടതും വലതും വലതും ഇടതും ഇടതും വലതും ചേർന്ന് ചിറകിനടിയിൽ ഒളിപ്പിച്ച് സംരക്ഷിക്കുന്നതിൻ്റെ ഞെട്ടിക്കുന്ന കഥകൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. 80 കോടി രൂപ അഴിമതി നടന്നു എന്ന് CBI അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ ഒരു കേസിൽ 500 കോടി രൂപ വരെ അഴിമതി നടന്നിരിക്കാമെന്ന ആരോപണം ഉയർന്നിട്ടുള്ള ഒരു കേസിൽ 2020 മുതൽ CBI സർക്കാരിനോട് പ്രോസിക്യൂഷൻ അനുവാദം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. 2020 മുതൽ 2026 വരെ കോൺഗ്രസിൻ്റെ ട്രേഡ് യൂണിയൻ വിഭാഗത്തിൻ്റെ നേതാവായിട്ടുള്ള ആർ ചന്ദ്രശേഖരന് പ്രോസിക്യൂഷൻ അനുവാദം കൊടുക്കണമെന്ന് 6 വർഷക്കാലം CPM-ൻ്റെ മന്ത്രിസഭയോട് CBI ആവശ്യപ്പെട്ടു. പക്ഷേ CPM കൊടുത്തില്ല. വിജയൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല. അതായത് ഞങ്ങളുടെ എതിരാളി ആയിട്ടുള്ള ട്രേഡ് യൂണിയൻ വിഭാഗത്തിൻ്റെ ചെയർമാനെതിരെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിച്ച് അഴിമതി നടന്നു എന്ന് കണ്ടെത്തിയെങ്കിലും ഞങ്ങൾ പ്രോസിക്യൂഷൻ അനുവാദം കൊടുക്കാൻ തയ്യാറല്ല എന്ന് വിജയൻ കഴിഞ്ഞ ദിവസവും കൂടി പറഞ്ഞു. 3 പ്രാവശ്യമാണ് വിജയൻ്റെ നേതൃത്വമുള്ള സർക്കാരിനോട് CBI പ്രോസിക്യൂഷൻ അനുവാദം ചോദിച്ചിട്ടും കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ശക്തമായിട്ടുള്ള നിലപാടുകൾ ഉന്നയിച്ചു. കൊടുക്കാതിരിക്കുന്നതിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് ചന്ദ്രശേഖരനും കൂട്ടാളികളും പോയി. ഡിവിഷൻ ബെഞ്ച് തള്ളി. സിംഗിൾ ബെഞ്ചിലേക്ക് പോയി. സിംഗിൾ ബെഞ്ച് തള്ളി. ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി. ഡിവിഷൻ ബെഞ്ചും തള്ളി. സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതിയും ആവശ്യം തള്ളി. അവസാനം അത് ഹൈക്കോടതിയിലേക്ക് വന്നു. ഹൈക്കോടതി കടുപ്പിച്ചതിനെ തുടർന്ന് UDF സർക്കാരിന് പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കേണ്ടി വന്നു. ആദ്യം ഒരു തവണ UDF സർക്കാരും കൊടുക്കാതിരുന്നു. അവസാനം നിവൃത്തിയില്ലാതെ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്തു. ആ കൊടുത്ത ഉത്തരവിൽ അടങ്ങിയിട്ടുള്ള കൃത്രിമത്തെ എന്തായിരുന്നുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. പ്രോസിക്യൂഷൻ സാങ്ഷൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും അത് കോടതിയുടെ നിർബന്ധപ്രകാരമാണ് കൊടുക്കുന്നത് എന്ന് പറയുകയും കോടതിക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തരവാണ് UDF സർക്കാർ ഈ ചന്ദ്രശേഖരന് പ്രോസിക്യൂഷൻ സാങ്ഷൻ അനുവാദം നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, മേൽക്കോടതിയിൽ ചെന്നാൽ എത്രയും പെട്ടെന്ന് സ്റ്റേ ചെയ്യപ്പെടുമായിരുന്ന ഒരു ഉത്തരവാണ് ചന്ദ്രശേഖരന് അനുകൂലമായി, പ്രതികൂലമാണ് എന്ന് തോന്നാമെങ്കിൽ പോലും അത് ആഴത്തിലെടുത്ത് പരിശോധിച്ചാൽ അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് ചന്ദ്രശേഖരന് അനുകൂലമായി UDF സർക്കാരും കൊടുത്തത്. അപ്പോൾ അത്തരത്തിൽ ഇടതും വലതും, ഇടത് കൈ കൊണ്ടും വലത് കൈ കൊണ്ടും ഇടത് ചിറകിനടിയിലും വലത് ചിറകിനടിയിലും ഇരുത്തി സംരക്ഷിക്കുന്ന ഒരു അഴിമതിക്കാരനായിട്ടുള്ള നേതാവാണ് ആർ ചന്ദ്രശേഖരൻ. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഈ വിഷയത്തിൽ കോടതി ശക്തമായിട്ടുള്ള നിലപാടെടുത്തിരുന്നെങ്കിൽ ചന്ദ്രശേഖരൻ രക്ഷപ്പെട്ടു പോയേന്. നിലപാട് ഇല്ലായിരുന്നെങ്കിൽ ചന്ദ്രശേഖരൻ രക്ഷപ്പെട്ടു പോയേന്. കോടതിയുടെ ശക്തമായിട്ടുള്ള നിലപാട് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതിനകത്ത് ചന്ദ്രശേഖരൻ വിചാരണ ചെയ്യപ്പെടാൻ പോകുന്നത്. ആ ചന്ദ്രശേഖരനെ കുറിച്ച് KM ഷാജഹാൻ എന്ന ഈ പൊതുപ്രവർത്തകൻ 5 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു വീഡിയോ, അയാളൊരു ഭരണഘടനാതീത അധികാര കേന്ദ്രമാണെന്നും അയാളെ ആർക്കും തൊടാൻ കഴിയില്ലെന്നും കാര്യകാരണ സഹിതം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചെയ്ത ഒരു വീഡിയോ ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇടതും വലതും സംരക്ഷിച്ചിട്ടുള്ള ഈ ചന്ദ്രശേഖരനെതിരെ വർഷങ്ങളായി ഞാൻ നടത്തിയിരുന്ന പോരാട്ടം എൻ്റെ പ്രേക്ഷകരെ ഈ അവസരത്തിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആ വീഡിയോ കാണാൻ എൻ്റെ പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലൊരു ഭരണഘടനാതീത അധികാര കേന്ദ്രമുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ ഭരണഘടനാതീത അധികാര കേന്ദ്രം പെട്ടെന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുക അത് സാക്ഷാൽ പിണറായി വിജയനായിരിക്കും എന്നാണ്. ആദ്യം ഓടിയെത്തുക പിണറായി വിജയൻ്റെ പേരായിരിക്കും. എന്നാൽ പിണറായി വിജയനായി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിണറായി വിജയൻ അല്ല എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും കുറച്ചുപേരെങ്കിലും അത് കേരളത്തിലെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് എന്ന് ധരിച്ചേക്കാം. എന്നാൽ കോടിയേരി ബാലകൃഷ്ണനുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ഭരണഘടനാതീത അധികാര കേന്ദ്രം ഭരണകക്ഷിയിൽ നിന്നല്ല എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നിയേക്കാം. എന്നാൽ ആ ഭരണഘടനാതീത അധികാര കേന്ദ്രം ഭരണകക്ഷിയിൽ നിന്നുള്ള ഒരു വ്യക്തിയല്ല. അദ്ദേഹം
പ്രതിപക്ഷത്തു നിന്നുള്ളൊരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ തോതിൽ അത്ഭുതം തോന്നിയേക്കാം. എന്നാൽ അതാണ് വസ്തുത. കേരളത്തിലെ പ്രതിപക്ഷത്തെ ഒരു ട്രേഡ് യൂണിയൻ്റെ സമുന്നത നേതാവായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കേരളത്തിൽ ഇന്നൊരു ഭരണഘടനാതീത അധികാര കേന്ദ്രമായി, അതായത് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയായി പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ പിണറായി വിജയൻ പോലും പഞ്ചപുച്ഛമടക്കി നിൽക്കും എന്നതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചില നടപടികൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് തോന്നുക. കാരണം 2009 മുതൽ INTUC സംസ്ഥാന പ്രസിഡന്റായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീ ആർ ചന്ദ്രശേഖരൻ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള കെ രതീഷ് ഉൾപ്പെടെയുള്ളവർ കശുവണ്ടി വികസന കോർപ്പറേഷനിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ ഈ ആർ ചന്ദ്രശേഖരൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ചെയർമാനും അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള കെ രതീഷ് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായിരുന്നപ്പോൾ നടന്ന 100 കണക്കിന് കോടി രൂപയുടെ കുംഭകോണം, ആ കുംഭകോണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീണ്ടുനിന്ന അന്വേഷണങ്ങൾക്ക് ശേഷം CBI എല്ലാ കുറ്റങ്ങളും, അവരുടെ മേൽ ചുമത്തപ്പെട്ടിട്ടുള്ള എല്ലാ കുറ്റങ്ങളും ശരിയാണ് എന്ന് കണ്ടുകൊണ്ട് ഈ ആർ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ INTUC സംസ്ഥാന പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള കെ രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യം സാക്ഷാൽ പിണറായി വിജയൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ അദ്ദേഹത്തിന് മുട്ടിടിച്ചു എന്നതാണ് വസ്തുത. പിണറായി വിജയന് മുട്ടിടിച്ചു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. എന്നാൽ അദ്ദേഹത്തിന് മുട്ടിടിച്ചു. ആ CBIയുടെ ആവശ്യം പ്രോസിക്യൂട്ട് ചെയ്യണം, ആർ ചന്ദ്രശേഖരനെയും കെ രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്നുള്ള ആവശ്യം അദ്ദേഹം നിഷ്കരുണം തള്ളിക്കളഞ്ഞു. അദ്ദേഹം ഒരു നിയമോപദേശം തേടി. ആ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് തള്ളിക്കളഞ്ഞത്. ഇത് തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായി കാണേണ്ട ഒരു കാര്യമുണ്ട്. കശുവണ്ടി വികസന കോർപ്പറേഷൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ജെ മേഴ്സിക്കുട്ടിയമ്മ, അവർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, അവർ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമാണ്. അവർ വളരെ വ്യക്തമായി ഈ CBI ആവശ്യപ്പെടുന്നത് പോലെ തന്നെ ഈ ചന്ദ്രശേഖരനെയും കെ രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ ഫയലിൽ ഒപ്പിട്ടുകൊണ്ടാണ് ക്യാബിനറ്റിലേക്ക് വന്നത്. എന്നാൽ പിണറായി വിജയൻ ആവശ്യം നിഷ്കരുണം തള്ളിക്കളയുകയും ഈ ആർ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ INTUC സംസ്ഥാന പ്രസിഡന്റെയും അദ്ദേഹത്തിൻ്റെ ബന്ധുവായ കെ രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കാൻ കഴിയുകയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. നിയമോപദേശ പ്രകാരം CBI നടത്തിയിട്ടുള്ള ഈ കണ്ടെത്തലുകൾ മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ INTUC സംസ്ഥാന പ്രസിഡന്റ് മുന്നിൽ വരുമ്പോൾ പിണറായി വിജയൻ്റെ മുട്ടിടിക്കും എന്ന്. ഇനി ഇതിൻ്റെ പശ്ചാത്തലം നമ്മളൊന്ന് കാണണം. എന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്ന് നമ്മളൊന്ന് കാണണം. നോക്കുമ്പോൾ 2013 മാർച്ച് 31 വരെയുള്ള CAGയുടെ റിപ്പോർട്ടുണ്ട്. ആ CAGയുടെ റിപ്പോർട്ടാണ് ഈ കശുവണ്ടി വികസന കോർപ്പറേഷനിൽ നടന്നിട്ടുള്ള കൊടിയ അഴിമതിയുടെ വിശദാംശങ്ങൾ 2014 ആ റിപ്പോർട്ടാണ് പുറത്തുകൊണ്ടത്. അതിനെ തുടർന്ന് ഒന്നിലധികം അന്വേഷണ റിപ്പോർട്ടുകൾ പബ്ലിക് സെക്ടർ റീസ്ട്രക്ചറിങ് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ് ബോർഡിൻ്റെ ഒരു റിപ്പോർട്ട്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻഡസ്ട്രീസ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ഈ ക്രമക്കേടുകൾ എല്ലാം നടന്നിട്ടുള്ളതാണ്, നടപടി വേണ്ടതാണ് എന്ന് 2012 തന്നെ റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഈ CAG റിപ്പോർട്ട് വരുന്നതിന് മുമ്പ്. അതിനുശേഷം 2014 ഇന്ന് കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും പിണറായി വിജയൻ്റെ കണ്ണിലുണ്ണിയുമായിട്ടുള്ള ഡോക്ടർ KM എബ്രഹാം, അദ്ദേഹം ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു രഹസ്യ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞത്, I am of the view that there has been serious procedural violations which might have led to large scale corruption and loss to the exchequer in the purchase of raw cashew nuts. അത് കശുവണ്ടി മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നിട്ടുണ്ട്. The opacity in the tender procedures followed for the purchase of raw cashew nuts by the corporation is unheard of in the public sector. അതായത് പൊതുമേഖലയിൽ കേട്ടുകേൾവിയില്ലാത്ത നിലയിലുള്ള സുതാര്യതയില്ലായ്മയാണ് ഈ ടെൻഡർ പ്രൊസീഡിങ്സിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ CBI അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിക്ക് ഒരു രഹസ്യ റിപ്പോർട്ട് കൊടുത്തു. അതിൻ്റെ ഇടയിൽ തന്നെ വിജിലൻസ് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് നടത്തി. ആ റിപ്പോർട്ടിലും അഴിമതി നടന്നിട്ടുണ്ട്, ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി. അതുമാത്രമല്ല, അക്കാലത്ത് ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയിട്ടുള്ള 2 റിപ്പോർട്ടുകളിലും ഈ കശുവണ്ടി വികസന കോർപ്പറേഷനിൽ വലിയ തോതിൽ ക്രമക്കേട് നടന്നു എന്നുള്ളത് സ്ഥിരീകരിച്ചു. അതിനെ തുടർന്ന് 2015 സെപ്റ്റംബർ 23 ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അശോക് ഭൂഷണും ജസ്റ്റിസ് PR രാമേന്ദ്രനും പ്രഖ്യാപിച്ചിട്ടുള്ള വിധിന്യായത്തിൽ അവർ വളരെ വ്യക്തമായി പറഞ്ഞു CBI അന്വേഷണം വേണ്ടതാണ്.
The nature of investigation has to be on a wider scale, and collection of materials from parties beyond the state and even from abroad may be necessary, which task cannot be effectively satisfied by the Vigilance Department. We find this a fit case to be entrusted to the CBI, more so when the circumstances pointed out by the apex court in this regard has been satisfied. അവർ പറഞ്ഞത് ഇത് വിപുലമായ അന്വേഷണം നടത്തേണ്ടതാണ്, അതുകൊണ്ട് ഇത് CBI അന്വേഷണത്തിൽ വിടാനുള്ള ഫിറ്റ് കേസാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 2015 CBI അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിച്ചു. നമ്മളെന്താണ് കാണേണ്ടത്? CAGയുടെ റിപ്പോർട്ട്, റിയാബിൻ്റെ റിപ്പോർട്ട്, ധനകാര്യ വിഭാഗത്തിൻ്റെ 2 റിപ്പോർട്ട്, വിജിലൻസിൻ്റെ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട്, അഡീഷണൽ ചീഫ് സെക്രട്ടറി കോടതിക്ക് കൊടുത്തിട്ടുള്ള രഹസ്യ റിപ്പോർട്ട്, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് 2015 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് വിധി പ്രഖ്യാപിച്ചത്. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ 5 വർഷം നീണ്ടുനിന്ന അന്വേഷണം CBI നടത്തി. ആ അന്വേഷണം നടത്തിയതിനെ തുടർന്നിട്ടാണ് CBI ഈ ആരോപണങ്ങളെല്ലാം ശരിയാണെന്നും ഈ R ചന്ദ്രശേഖരൻ്റെയും K രതീഷിൻ്റെയും കീഴിൽ കശുവണ്ടി വികസന കോർപ്പറേഷനിൽ ശതകോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് CBI എന്ത് ചെയ്തു? ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം ചോദിച്ചു. ഗവൺമെൻറ്റിനോട് അനുവാദം ചോദിച്ചു. ആ അനുവാദം ചോദിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു? നിയമോപദേശത്തിന് വിട്ടിട്ട് ആ അനുവാദം കൊടുക്കാതിരുന്നു. ആർക്ക്? INTUCയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള R ചന്ദ്രശേഖരന്. ഒട്ടനവധി അന്വേഷണ ഏജൻസികൾ ശരിയെന്ന് കണ്ടിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള KM എബ്രഹാം പോലും CBI അന്വേഷണം വേണം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള റിപ്പോർട്ട്, വിജിലൻസിൻ്റെ റിപ്പോർട്ട്, എല്ലാ റിപ്പോർട്ടുകളും തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള വിധിന്യായവും ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള വിധിന്യായവും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ഈ INTUC സംസ്ഥാന പ്രസിഡന്റിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നിയമോപദേശം തേടിക്കൊണ്ട് CBIക്ക് പ്രോസിക്യൂഷനുള്ള അനുവാദം കൊടുക്കാതിരുന്നത്. നമുക്കറിയാം കേരളത്തിൽ പ്രതിപക്ഷത്തിൽ ആർക്കൊക്കെതിരായിട്ടാണ് കേസുള്ളത്. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ സോളാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ്, ഉമ്മൻചാണ്ടിക്ക് ജാമ്യം പോലും ഇല്ലാത്ത നിലയിലുള്ളൊരു കേസാണ് ആദ്യം കൊണ്ടുവന്നത്. അതിനുശേഷം KA ഷാജിക്കെതിരെ കേസ്, VD സതീശനെതിരെ കേസ്, PT തോമസിനെതിരെ കേസ്, എത്ര പ്രതിപക്ഷത്തുള്ളവർക്കെതിരായിട്ടാണ് കേസുകൾ ഇപ്പോൾ ഈ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾക്കാണ് ആ കേസുകളെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അടിസ്ഥാനരഹിതമായിട്ട് ഇവർക്കെതിരെ എല്ലാം കേസെടുക്കുമ്പോൾ 4-5 അന്വേഷണ ഏജൻസികളുടെ 4-5 അന്വേഷണങ്ങളുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ്, അതായത് പ്രതിപക്ഷ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും അയാളുടെ ബന്ധുവും നടത്തിയിട്ടുള്ള കോടികളുടെ അഴിമതി കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിച്ച് CBI അന്വേഷിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം ചോദിക്കുമ്പോൾ പിണറായി വിജയൻ കൊടുക്കുന്നില്ല. പിണറായി വിജയൻ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കൂ എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ R ചന്ദ്രശേഖരൻ കേരളത്തിലൊരു ഭരണഘടനാതീത അധികാര കേന്ദ്രമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ? ഒരു കുറ്റവുമില്ലാതെ, കുറ്റം എന്താണ് ചെയ്തതെന്ന് പോലും അറിയാതെ 10 ദിവസം എന്നെ ജയിലിലിട്ടതാണ് ഈ സർക്കാർ. ജാമ്യം പോലും നിഷേധിച്ചുകൊണ്ട് ജയിലിലിട്ടതാണ് ഈ സർക്കാർ. ആ സർക്കാരാണ് പ്രതിപക്ഷത്ത് നിൽക്കുന്ന INTUCയുടെ നേതാവിനെ കുറ്റവിമുക്തനാക്കാനായി അയാൾക്കെതിരെ അന്വേഷണത്തിൽ എല്ലാം കണ്ടുപിടിച്ചിട്ടും അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ നടപടിയെടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു ഭരണഘടനാതീത അധികാര കേന്ദ്രമാണെന്ന്. പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി പോലും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടും അതിനെ മറികടന്നുകൊണ്ടും പിണറായി വിജയൻ ഈ R ചന്ദ്രശേഖരനെ രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് അന്ധമായിട്ടുള്ള ഈ കൂട്ടിക്കൊടുപ്പ് എന്ന് നമ്മളിതിനെ പറയേണ്ടി വരില്ലേ? ഇതിനെ ഇടത് വലത് കൂട്ടിക്കൊടുപ്പ് എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ? ഇതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും എന്തുകൊണ്ടാണ് ഇവിടെ എതിർക്കാത്തത്? പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, BJP പോലും ഇതിനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചതായിട്ട് നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇതാണ് ഇടത് വലത് കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നത്. നമ്മളിനി നോക്കിക്കോണം. അഴിമതി വിമുക്ത, അതായത് നമ്മുടെ പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രികയിൽ 534 ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നതാണ് അഴിമതിക്കുമെതിരെ വലിയൊരു ബഹുജന ക്യാമ്പയിൻ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ബഹുജന ക്യാമ്പയിൻ ആരംഭിക്കും എന്ന് പറഞ്ഞ ഗവൺമെൻറ്റാണ് എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും അയാളെ അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 മുന്നണിയിൽ നിൽക്കുന്നുവെന്ന് പറയുമ്പോഴും അടിയിൽ കൂടിയുള്ള ആഴത്തിലുള്ള ബന്ധങ്ങൾ പല ആളുകളും തമ്മിലുണ്ട്. എന്തായാലും R ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം R ചന്ദ്രശേഖരന് സന്തോഷിക്കാം. എതിരായിട്ടുള്ളൊരു ഗവൺമെൻറ് വരുമ്പോൾ പോലും തന്നെ തൊടാൻ
ആ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലെ ഭരണഘടനാതീത അധികാര കേന്ദ്രമെന്ന് പറയുന്നത് പിണറായി വിജയനുമല്ല കോടിയേരി ബാലകൃഷ്ണനുമല്ല, മറിച്ച് INTUC സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള R ചന്ദ്രശേഖരനാണ് എന്ന്.